സിതാര വെൽക്കം മോംസ് ആൻഡ് വൈഫ്സ് ആപ്പ് ലോഞ്ചിലെ ഒരു ഗസ്റ്റ് ആയിട്ട് സിതാര നമ്മളെ കൂടി ഉണ്ട്. ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനടുത്തും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുകയാണ്. ബിക്കോസ് മോംസ് ആൻഡ് വൈഫ്സ് നമ്മളെല്ലാവരുടെയും ജീവിതത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയി എത്തിവരുന്ന ആൾക്കാർ, എല്ലാവരുടെ ജീവിതത്തിലല്ല, ഇപ്പം എൻ്റെ ജീവിതത്തിലല്ല, പക്ഷേ കുറേ ആൾക്കാരുടെ ജീവിതത്തിൽ. അപ്പോൾ സിതാര ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് ഇവർ വിളിച്ചപ്പം എന്താണ് ഏറ്റവും കൂടുതൽ ഇൻട്രീഗ് ചെയ്തത്? ഓഫ് കോഴ്സ്, അതായത് എപ്പോഴും ഈ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് വളരെ വലുതാണ്. അപ്പം അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരികയും എന്നാൽ ആ ഒരു ഫ്രീഡം, ആ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞത് കിട്ടാണ്ട് പോകുന്ന ഒരു കൂട്ടം ആളുകളായിട്ട് വീട്ടമ്മമാർ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ചും ഹോം മേക്കേഴ്സ് ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കേണ്ടി വരുമ്പോൾ. അപ്പം അതിനൊരു മാറ്റം എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, ഒരു വലിയ ഒരു സൊസൈറ്റിയിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു തോന്നൽ. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു ആപ്പ്, അവർക്ക് അത്തരത്തിലുള്ള ഓറിയൻറ്റേഷൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു ഗൈഡൻസ്, അതിനുള്ളൊരു സ്പേസ് എന്നുള്ള രീതിയിൽ ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നത് ജനറലി സൊസൈറ്റിക്ക് ഒരു ആവശ്യമാണെന്നൊരു തോന്നൽ. അതെ, സിതാര യുവർ എ മദർ, സിതാര ഒരു ഭാര്യയാണ്, അമ്മയാണ്. നമ്മളെല്ലാവരും വന്നൊരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ അമ്മമാരെ കണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം സിതാരയുടെ അമ്മയിൽ നിന്നും സിതാര പഠിച്ച കാര്യങ്ങൾ, അതുപോലെ തന്നെ സിതാര ആസ് എ മദർ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടോ? അത് വാട്ട് സിമിലാരിറ്റീസ് ആണോ, കൂടുതൽ മാറ്റങ്ങളാണോ, എങ്ങനെ വിലയിരുത്തും? ഞാൻ അമ്മയുടെ കാര്യത്തിൽ എപ്പോഴും അമ്മ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് എനിക്ക് ഇപ്പം മനസ്സിലാവും. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പം എനിക്ക് എൻ്റെ മോൾക്ക് വേണ്ടി ചിലപ്പോൾ അത്രയൊന്നും സമയം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നി. ചിലപ്പോഴൊക്കെ ഞാൻ ഭയങ്കര സെൽഫ് ഡൗട്ട് ചെയ്യാറുണ്ട്, ഞാൻ വളരെ സെൽഫിഷായി പോകുന്നുണ്ടോ. കാരണം ഇപ്പോഴും അമ്മയാണ് അവളുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര കാര്യമായിട്ട് നോക്കണതൊക്കെ. പക്ഷെ എന്താ വെച്ചാൽ അമ്മയുടെ ഹാപ്പിനെസ് ആണിത്. അപ്പോൾ അമ്മ വിചാരിക്കുന്നത് വെച്ചാൽ ഞാനിപ്പോഴും ഇത് എനിക്കിഷ്ടമുള്ള കരിയറും എൻ്റെ പാഷനൊക്കെ പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ കാര്യം കൂടി അമ്മ നോക്കണമെന്നില്ല. പക്ഷെ അതിനിടയിൽ എവിടേക്കും അമ്മയുടെ കാര്യങ്ങൾ വിട്ടുപോയോ എന്നുള്ള കുറ്റബോധം കുറച്ചുണ്ട് എൻ്റെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ സായുവിനെക്കാട്ടിലും പ്രയോറിറ്റി എപ്പോഴും അമ്മയ്ക്കാണ് കൊടുക്കുന്നത്. That's very sweet. That's very sweet. ഇപ്പം സിതാര എന്ന് പറയുന്നത് കുറച്ച് ഡെക്കഡ്സ് ആയിട്ട് യു ബീൻ സച്ച് എ ബിസി സിംഗർ ഓൺ വൺ സൈഡ്, അതിന്റെ കൂടെ എല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അമ്മയ്ക്ക് അങ്ങനെ അത്രയും അധികം ബാലൻസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ? ബിക്കോസ് ഒരു വർക്കിംഗ് വുമൺ ആയിരുന്നു അമ്മയ്ക്ക് ജോലി ചെയ്യാവുന്ന തരത്തിലുള്ള ഒരാളാണ്, അത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ അമ്മയുടെ ചോയ്സ് ആയിരുന്നു. അമ്മയ്ക്ക് ആ സമയത്ത് എന്നെ കൊണ്ട്, അച്ഛനും ഇതേപോലെ ജോലിയും കാര്യങ്ങളും, അപ്പോൾ എൻ്റെ ഡാൻസ് ക്ലാസ്, പാട്ട് ക്ലാസ് എല്ലാത്തിനും അമ്മയാണ് മുൻതൂക്കം എടുത്ത് പോയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെതായിട്ടുള്ള ചലഞ്ചസ് ഉണ്ട്, ദൂരെ പോയി പഠിക്കണം എന്നൊക്കെ. ഇപ്പം ഇപ്പോഴത്തെ പോലെ തൊട്ടടുത്ത് ക്ലാസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് അമ്മയുടെ ചോയ്സ് ആയിരുന്നു. അപ്പം മുഴുവനും ഞങ്ങളുടെ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും അമ്മയാണ് നോക്കിയായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്നോടും ഒക്കെ സ്വയം കൊടുക്കുന്ന ഒരു പ്രോമിസാണ്. ഇനി ഞങ്ങളുടെ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്തു എന്ന് തോന്നുകയാണെങ്കിൽ അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഫിക്സ് ചെയ്യണം. ദാറ്റ്സ് എ ലവ്ലി തോട്ട്. സോ മോംസ് ആൻഡ് വൈഫ്സ് എന്ന് പറഞ്ഞ ആപ്പ് ഫോർ എക്സാമ്പിൾ നിരവധി ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇപ്പം സിതാര പഠിച്ച നേരത്തെ ദൂരെയൊക്കെ പോയി സഞ്ചരിച്ച് പാട്ട് പഠിച്ചു, ഡാൻസ് പഠിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇന്ന് അതിന് കൺവീനിയൻസ് മാറി അല്ലേ, ഓൺലൈൻ ലോകം വളർന്നു. അപ്പോൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. അത് കൂടുതലും പ്രൊഫഷണൽസ് ചെയ്യുന്നൊരു സംഭവമാണ്. പക്ഷേ ടാലന്റഡ് ആയിട്ടുള്ള വീട്ടിലുള്ള അമ്മമാർക്കും വൈഫ്സിനും ഒക്കെ ഇനി അത് യൂസ് ചെയ്യാം, അത് എന്തുമാവാം. അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ, ഇപ്പം സിതാരയുടെ അമ്മയായിരുന്നെങ്കിൽ എന്തായിരുന്നായിരിക്കാം മോംസ് ആൻഡ് വൈഫ്സിൽ എൻറോൾ ചെയ്യുക? എന്ത് സ്കിൽ സെറ്റ് ആയിരിക്കും? അമ്മ നന്നായി വരയ്ക്കും. അമ്മയ്ക്ക് അങ്ങനത്തെ ചെറിയ എന്താ പറയാ, ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പരിപാടികളൊക്കെ ഭയങ്കര സ്കില്ലുള്ളതാണ്. അമ്മ ഭയങ്കര ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്യായിരുന്നു, നന്നായി ഭംഗിയായിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യായിരുന്നു. അപ്പം സത്യത്തിൽ ഒരുപാട് എൻ്റെ അമ്മയെ പോലത്തെ ഒരാളൊക്കെ ആണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യമാണ് മോംസ് ആൻഡ് വൈഫ്സ്. അതെ, സോ ഐ തിങ്ക് സിതാരയുടെ അമ്മ ഡെഫിനറ്റ്ലി ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ആൻറ്റി. ആൻഡ് നമുക്ക് ഒരു പുതിയ ലോകം അവിടെ അൺലോക്ക് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഇനി ഐ വിൽ സീ യു ഓൺ സ്റ്റേജ്.